ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓർ ടൂൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിലെ ഒരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓർ ടൂൾസ് ഓർ ടെക്നിക്സ്. ചിലപ്പോൾ ചോദിക്കും ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നാവാം, ചിലപ്പോൾ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആവാം, അതല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആവാം. ദെൻ ഏതൊക്കെയാണ് ടെക്നിക്സ് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്കാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. Comparative financial statements compare financial data for 2 or more years. രണ്ടോ അതിൽ കൂടുതലോ വർഷത്തെ ഫിനാൻഷ്യൽ ഡാറ്റ കമ്പയർ ചെയ്യാം. അതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലെന്താണ് ഡിഫറൻസ് അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഡൺ ടു മേക്ക് ദ ഫിനാൻഷ്യൽ ഡാറ്റ മോർ മീനിങ് ഫുൾ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റ കുറച്ചും കൂടി നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. The changes in the financial data are presented in percentage. അതായത് ഇപ്പോൾ ഒരു വർഷത്തെ എമൗണ്ടും അടുത്ത വർഷത്തെ എമൗണ്ട് ഇപ്പോൾ 2020 2021 ഈ 2 വർഷത്തെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ എത്രമാത്രം ചേഞ്ചസ് ഉണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിരിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടായിരിക്കും. ദിസ് ടെക്നിക് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർ പീരീഡ് അനാലിസിസ്. ഈ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് വേറൊരു പേരാണ് ഇന്റർ പീരീഡ് അനാലിസിസ് എന്നും കൂടി പറയും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ ബോത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാങ്ക്. അപ്പൊ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം എന്താണ് കമ്പാരിറ്റീവ് ഇൻകം ബാലൻസ് ഷീറ്റ് എന്താന്ന് നോക്കാം. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിലെ എന്താണ് സാധാരണ ബാലൻസ് ഷീറ്റ് അതിലത്തെ അസറ്റ്സും ലയബിലിറ്റീസും ഇക്വിറ്റിയും ഒക്കെ അതിലുണ്ടായിരിക്കും. അത് ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ അബ്സല്യൂട്ട് ഡാറ്റ ഇൻ ടേംസ് ഓഫ് റുപ്പീസ് ആൻഡ് പെർസെന്റേജ്. അതായത് കമ്പാരിറ്റീവ് ഇൻകം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോൾ ഉണ്ടായിരിക്കും, 4 എമൗണ്ട് കോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ അതിലുണ്ടായിരിക്കും, ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും. വേറെ പ്രത്യേകത 2 വർഷത്തെ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തെ എമൗണ്ട് നമ്മൾ എഴുതും. നെക്സ്റ്റ് കോളത്തിലെ ഓരോന്നും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസറ്റ് ഫസ്റ്റ് ഇയർ 2000 രൂപയായിരുന്നു, നെക്സ്റ്റ് ഇയർ ഇപ്പോൾ 3000 രൂപയായി. അപ്പോൾ അവിടെ 1000 രൂപ ഇൻക്രീസ് വന്നു അല്ലേ. അടുത്ത കോളത്തിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് വന്നത് അല്ലെങ്കിൽ ഡിക്രീസ് വന്നത്, അങ്ങനെ ഇത്രയും സംഭവങ്ങൾ അടങ്ങിയതാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് വിൽ ഷോ ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഫോർ 2 periods ആൻഡ് എമൗണ്ട് ആസ് വെൽ ആസ് പെർസെന്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ. ഇതിൽ എന്താ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് 2 വർഷത്തെ ഓപ്പറേറ്റിംഗ്. ഇപ്പോൾ സെയിൽസ് എത്ര ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്ര ഉണ്ടാവും, അതുപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ് എത്ര ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ട്, ഇങ്ങനെ 2 വർഷത്തെ ഓരോന്നിന്റെയും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ക്ലിയർലി the relationship between sales and cost of goods sold and its effects on gross profit. ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സെയിൽസ് എത്ര ഉണ്ടായി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര ഉണ്ടായി, ഗ്രോസ് പ്രോഫിറ്റ് എത്ര ഉണ്ടായി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്ക് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ മോർ ദാൻ 2 periods. മിനിമം 2 വർഷത്തെങ്കിലും വേണമെങ്കിൽ 2 കൂടുതൽ വർഷത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ നടത്താം. പക്ഷെ മിനിമം 2 വർഷത്തെങ്കിലും ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ advantages എന്തൊക്കെയാണ്? They provide necessary information for the study of financial and operational result over a period of time. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ റിസൾട്ട് എന്താണ്, ഫിനാൻഷ്യൽ റിസൾട്ട് എന്താണ്, അത് ഓരോ സമയങ്ങളിലെ അതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ദേ ഡിസ്ക്ലോസ് ട്രെൻഡ്സ് ഇൻ സെയിൽസ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. സെയിൽസിന്റെ ട്രെൻഡ് ഇപ്പം എന്താണ്, ഓരോ വർഷം കഴിയും തോറും സെയിൽസ് മുകളിലേക്കാണോ താഴത്തേക്കാണോ എങ്ങനെ പോണേ, കോസ്റ്റ് എന്താ ഉണ്ടാവണേ, ഓരോ വർഷം കഴിയും തോറും കോസ്റ്റ് കൂടുകയാണോ ചെയ്യുന്നത്, പ്രോഫിറ്റ് എന്താ ഉണ്ടാവണേ, ഇങ്ങനെ പല കാര്യങ്ങളും അതിന് ഓരോന്നിനും ട്രെൻഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് തേർഡ് വൺ, ഇൻ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഫിഗർ ഓഫ് 2 or more periods ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. ഈ സ്റ്റേറ്റ്മെന്റിലെ 2 വർഷത്തെ എമൗണ്ടുകൾ ഓരോ സൈഡ്. therefore comparison of various items of different period can be easily. നമുക്ക് വേണമെങ്കിൽ ഇത് 2 വർഷത്തേക്കല്ല കുറേ ഡിഫറെന്റ് പീരീഡ്
ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഉള്ളത്. ഫിനാൻഷ്യൽ ഡാറ്റയും ഓപ്പറേഷൻ റിസൾട്ടൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ സെയിൽസിൽ ഉണ്ടാകുന്ന ട്രെൻഡ്, കോസ്റ്റിൽ ഉണ്ടാകുന്ന ട്രെൻഡ്, പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ട്രെൻഡൊക്കെ നമുക്ക് അത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ 2 കൂടുതൽ വർഷങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ടെക്നിക്കാണ്, ഒന്നാമത്തെ ടെക്നിക്കായിരുന്നു കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ടെക്നിക്കാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ടെക്നിക്കിന്റെ പേരാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇത് വേറൊരു ഫിനാൻഷ്യൽ അനാലിസിന്റെ വേറൊരു ടെക്നിക്കാണ്. കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് are those statements in which items are converted into percentage taking some common base. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് മാറ്റുന്നുണ്ട്. ചില കോമൺ ബേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ എന്താ പറയാ പെർസെന്റേജ് മാറ്റുന്നത്. Therefore these statements are also called 100% statements or common percentage. അപ്പൊ ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റിനെ വേറൊരു പേരിൽ അറിയപ്പെടും. ഒന്ന് 100% സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, അതല്ലെങ്കിൽ കോമൺ പെർസെന്റേജ് എന്നും അറിയപ്പെടും. ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റിലെ ഏതൊക്കെ വരും? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നോക്കാം. A statement in which each asset is shown as percentage of total assets and each liability and capital as a percentage of total liability, and capital is called a common size balance sheet. It is also known as percentage balance sheet. Common size balance sheet is also known as percentage balance sheet. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ അസറ്റ് സൈഡിലുള്ള ഓരോ അസറ്റും നമ്മൾ എത്ര പെർസെന്റ് മൊത്തം അവിടെ എത്ര ടോട്ടൽ അസറ്റ് എത്ര ഉണ്ട്, ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ എത്ര ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് എത്ര ഉണ്ട്, അതിന് എത്ര പെർസെന്റേജ് ആണ് ഓരോ അസറ്റും നമ്മൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ആണെങ്കിൽ ലയബിലിറ്റിയോ അല്ലെങ്കിൽ ക്യാപിറ്റലോ ആണെങ്കിൽ ഇപ്പൊ ലയബിലിറ്റി കറന്റ് ലയബിലിറ്റി നോക്കുകയാണ്. അപ്പൊ ടോട്ടൽ ലയബിലിറ്റി എത്ര പെർസെന്റേജ് ആണ്, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ട് പഠിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു പെർസെന്റേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് എക്സ്പെൻസ് ഈസ് ഷോൺ ആസ് പെർസെന്റ് ഓഫ് നെറ്റ് സെയിൽസ്. ഓരോ എക്സ്പെൻസ് ആയാലും എടുക്കുമ്പോൾ നമ്മൾ നെറ്റ് സെയിൽസിന് എത്ര പെർസെന്റേജ് ആണ്, അതിന് എത്ര പെർസെന്റേജ് ആണ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവൈഡ് ചെയ്യുന്ന ഫാക്ടർ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ് ഉപയോഗിക്കുക. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഓരോ എക്സ്പെൻസും ഏതിന്റെ പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്, നെറ്റ് സെയിൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ പർച്ചേസ്, അപ്പോൾ നമ്മൾ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു പിന്നെ 100. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എത്ര പെർസെന്റേജ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് ഓരോന്നും സെയിൽസുമായിട്ടാണ് നമ്മളെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അടുത്താണ് ട്രെൻഡ് അനാലിസിസ്. എന്താണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാല്? ട്രെൻഡ് ജനറലി മീൻസ് ടെൻഡൻസി. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ടെൻഡൻസി. അനാലിസിസ് ഓഫ് ദീസ് ജനറൽ ടെൻഡൻസീസ് ഈസ് കോൾഡ് ട്രെൻഡ് അനാലിസിസ്. ഈ ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള ടെൻഡൻസീസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. In short, comparing the past data over a period of comparing the past data, ഒരു past അല്ല ഇവിടെ, comparing the past data under this technique, information for a number of years is taken up and 1 year is taken as base year. ഈ ടെക്നിക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സിലെ ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു ഇയർ അതിലെ ബേസ് ഇയർ ആയിട്ട് എടുക്കും. Each item of the base year is taken as 100 and on that basis the percentage for the other years are calculated. ഒരു വർഷത്തെ ഇപ്പോൾ 2-4 വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വർഷത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവുള്ളൂ. ഒരു വർഷത്തെ എമൗണ്ടുകളൊക്കെ നമ്മൾ 100 ആയിട്ട് എടുക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ബേസ് ഇയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പം എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്? ട്രെൻഡ് അനാലിസിസ് മേ ബി ഡൺ ഇൻ എനി വൺ ഓഫ് ദ ഫോളോയിങ് 3 ways. ഫസ്റ്റ് വൺ ട്രെൻഡ് പെർസെൻറ്റേജ്, സെക്കൻഡ് വൺ ട്രെൻഡ് റേഷ്യോസ്, തേർഡ് വൺ ഗ്രാഫിക് മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രെൻഡ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ട്രെൻഡ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ട്രെൻഡ് റേഷ്യോ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സെലക്ട് എ ബേസ് ഇയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്യണം.
ജനറലി ദ ഫസ്റ്റ് ഇയർ ഈസ് ടേക്കൺ ആസ് ദ ബേസ് ഇയർ. ഒരു 2-4 വർഷത്തെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആദ്യം തന്ന വർഷത്തെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുക, ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുക്കുക. സെക്കൻഡ് വൺ, ടേക്ക് ദ ഫിഗർ ഓഫ് ബേസ് ഇയർ ആസ് 100. നമ്മൾ ബേസ് ഇയറിലെ ഫിഗർ നമ്മൾ 100 ആയിട്ടാണ് എടുക്കുക. തേർഡ് വൺ, കാൽക്കുലേറ്റ് ദ ട്രെൻഡ് പെർസെൻറ്റേജ് ഇൻ റിലേഷൻ ടു ദ ബേസ് ഇയർ. ഈച്ച് ഇയേഴ്സ് ഫിഗർ ഈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയേഴ്സ് ഫിഗർ. നമ്മൾ എങ്ങനെയാണ് ട്രെൻഡ് പെർസെൻറ്റേജ് എങ്ങനെ കാണുക? മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്രെൻഡ് പെർസെൻറ്റേജ് കാണുക. ഓരോ വർഷത്തെയും എമൗണ്ടിനെ ബേസ് ഇയറിലെ ഫിഗർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ട്രെൻഡ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ ആദ്യം ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്യും. ആദ്യം ഫസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ പറഞ്ഞു ബേസ് ഇയറിലെ ഫിഗറിന് നമ്മൾ 100 ആയിട്ടാണ് എടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു ട്രെൻഡ് റേഷ്യോ കാണണം, ട്രെൻഡ് പെർസെൻറ്റേജ് കാണണം. ട്രെൻഡ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? ട്രെൻഡ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടി ഈച്ച് ഇയർ ഓരോ വർഷത്തെയും ഫിഗറിനെ നമ്മൾ ബേസ് ഇയറിലെ ഫിഗർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെൻഡ് അനാലിസിസ്? എന്തൊക്കെയാണ് ട്രെൻഡ് അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ് ഓർ യൂട്ടിലിറ്റി ഓഫ് ട്രെൻഡ് അനാലിസിസ്? സിമ്പിൾ ടെക്നിക്കാണ്. ഇപ്പൊ ഏത് ടെക്നിക് അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചാലും നമുക്ക് പറയാം സിമ്പിളാണ്. അപ്പോൾ അതിന് ഈസി മെത്തേഡാണ്. ഫ്യൂച്ചർ ട്രെൻഡ് അറിയാനുള്ള ഒരു ഈസി മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ എറേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ട്രെൻഡ് അനാലിസിസ്. അപ്പം നമ്മൾ കുറേ അഡ്വാൻറ്റേജസ് പറയും, അത് കഴിഞ്ഞ് കുറേ ലിമിറ്റേഷൻസ് പറയും. Then trend ratios of a single item has no significance unless it is compared with the trend ratio of നമുക്ക് തന്നിട്ടുള്ള ഒരു എമൗണ്ടിന് മാത്രം 100 ആയിട്ട് എടുക്കുള്ളൂ. ബാക്കി വർഷത്തൊക്കെ ഇതിന്റെ മുകളിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. there may be normal base. നമ്മൾ എടുക്കുന്ന ബേസ് ഇയർ തെറ്റാണെങ്കിലോ, അതായത് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ബേസ് ആ ബേസ് ഇയറിലെ എമൗണ്ടുകളൊക്കെ ചിലപ്പോൾ അന്ന് ആ സമയത്ത് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അപ്പൊ അങ്ങനെ ഒരു ബേസ് ഇയർ എന്താ പറയുക എടുത്തുകൊണ്ട് കാര്യമില്ല. ഇഫ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് അനാലിസിസ്, കമ്പാരിസൺ ഓഫ് ട്രെൻഡ് റേഷ്യോ മേ ബി അൺസയന്റിഫിക്. അതായത് അവിടുത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസോ ഒന്നും യൂണിഫോം അല്ല. ആ പീരീഡ് ഓഫ് അനാലിസിസിൽ അവിടുത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒന്നും യൂണിഫോം അല്ലെങ്കിൽ കമ്പാരിസൺ അൺസയന്റിഫിക് ആണ്, അശാസ്ത്രീയമായിട്ട് തീരും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയാണ് ട്രെൻഡ് അനാലിസിസിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് ടെക്നിക്സ്? ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പിന്നെ ഒന്ന് കോമൺ സെൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്, മൂന്നാമത്തെ ടെക്നിക്കാണ് ട്രെൻഡ് അനാലിസിസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.